നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് മാനന്തവാടിയിൽ കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം നീളും. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ പുലർച്ചെയോടെ ദൗത്യം പുനരാരംഭിക്കും എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ മറ്റന്നാൾ കർഷക സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സങ്കീർണ ദൗത്യത്തിന്റെ ആശങ്കയും പ്രതിഷേധവും. പുലർച്ചെ മുതൽ കാട്ടിൽ ആനയെ തെരഞ്ഞ വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യസംഘം. ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപം കാട്ടിൽ ആന നിലയുറപ്പിച്ചതായി ആദ്യ വിവരം. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഉച്ചയോടെ കാട്ടിക്കുളം ബാവലി വനപാതയിൽ ചെമ്പകപ്പാറയിൽ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പിന്നാലെ 5 DFOമാരുടെ നേതൃത്വത്തിൽ സർവ്വസന്നാഹങ്ങളുമായി പ്രത്യേക ദൗത്യസംഘം കാട്ടിനുള്ളിലേക്ക്. പിന്നാലെ 4 കുങ്കിയാനകളും മയക്കുവെടി വിദഗ്ധരും സ്ഥലത്തെത്തി. ദൗത്യസംഘം ആനയ്ക്ക് സമീപമെത്തി. എന്നാൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ബലം കണ്ടില്ല. ആനയുടെ സഞ്ചാരവേഗവും കൊടുംകാടും തടസ്സമായി. വൈകിട്ടോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യസംഘം കാടിന് വെളിയിലേക്ക്. പിന്നാലെ നാട്ടുകാരുടെ പ്രതിഷേധം. ദൗത്യസംഘത്തെ നാട്ടുകാർ വനാതിർത്തിയിൽ തടഞ്ഞു. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, നമ്മുടെ സഹോദരനാണ്, അത്രേ ഉള്ളൂ. ബാവലി വനപാതയിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെയും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ വാഹനത്തിനുള്ളിൽ തടഞ്ഞുവെച്ചു. രാത്രി ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കുമെന്നും വനംവകുപ്പിന്റെ ഉറപ്പ്. പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. രാത്രി കൊലയാളി ആന നാഗർഹോള വന്യജീവി സങ്കേതത്തിലേക്ക് തിരികെ മടങ്ങാനും ജനവാസ മേഖലയിലേക്ക് എത്താനും സാധ്യതയുണ്ട്. 24 വയനാട്. മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് കണ്ണീരോടെ വിട. പടമലയിലെ സെന്റ് അൽഫോൺസ് ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റന്നാൾ ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മരണവിവരം അറിഞ്ഞെത്തുന്നവരുടെ ഹൃദയവേദനയാൽ വികാരനിർഭരമായിരുന്നു ചാലികത പടമലയിലെ അജീഷിന്റെ വസതി. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പൊതുദർശനം വൈകുന്നേരം 3 മണി വരെ നീണ്ടു. തുടർന്ന് വീട്ടിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പടമലയിലെ സെയിന്റ് അൽഫോൺസ ചർച്ചിലേക്ക് വിലാപയാത്ര. മാനന്തവാടി ബിഷപ്പ് ജോസ് പെരുന്നോടത്തിന്റെ നേതൃത്വത്തിൽ മൃതശുശ്രൂഷ ചടങ്ങുകൾ. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ചില അപാകതകളുണ്ടെന്ന് മാനന്തവാടി ബിഷപ്പും വിമർശിച്ചു. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ന്യായമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി അവർക്ക് പകരം നിങ്ങൾ മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ഞങ്ങൾ ചില അപാകതകൾ കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെ സെയിന്റ് അൽഫോൺസ പള്ളിയിലെ കുടുംബക്കല്ലറയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് നാടിന്റെ പ്രിയപ്പെട്ടവന് അന്ത്യവിശ്രമമൊരുക്കി. വയനാട്. വയനാട് തിരുനെല്ലിയിൽ കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും കർണാടകയെ ന്യായീകരിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആനയെക്കുറിച്ച് കർണാടക കൃത്യമായ വിവരം നൽകിയിട്ടും കേരള വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷണമുണ്ടായില്ലെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം ധനവകുപ്പിനെക്കുറിച്ച് അറിയാത്ത ധനമന്ത്രിയും വനംവകുപ്പിനെക്കുറിച്ച് അറിയാത്ത വനം മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചു. ഈ ആന ഇവിടേക്ക് കടന്നിരിക്കുന്നത് അറിയാലോ, അറിയിച്ചു. 1 മാസമായിട്ട് അറിയാം ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം. സംസ്ഥാന വനം വകുപ്പിന് അറിയാം.
ഇങ്ങനെ ഒരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സംസ്ഥാന ഭവനം വകുപ്പ് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടില്ലേ സംസ്ഥാന സർക്കാർ അപ്പോൾ വിളിക്കണ്ടേ അവിടെ? സാമ്പത്തിക മേഖലയെക്കുറിച്ച് അറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു മന്ത്രി വനം വകുപ്പിന്റെ ചുമതല. കൊലയാളിയായിട്ടുള്ള ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് അത് വനം വകുപ്പിന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി എ.കെ. ശശീന്ദ്രനും ജോസ് കെ മാണി എം.പിയും തമ്മിൽ പോര്. നിയമം ഭേദഗതി ചെയ്യാതെ അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ കഴിയില്ലെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർ നിയമ ഭേദഗതിയുടെ കാര്യം പറയേണ്ടിടത്ത് പറയാൻ തയ്യാറാകണമെന്നും എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. നാളെ മുതൽ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണമെന്നല്ല പറഞ്ഞതെന്ന് ജോസ് കെ മാണി തിരിച്ചടിച്ചു. നിയമ ഭേദഗതിക്കായി താൻ പാർലമെന്റിൽ പോരാട്ടം നടത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുമ്പോഴും സംരക്ഷണം നൽകുന്നത് വന്യമൃഗങ്ങൾക്കാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ട് RRTകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. വന്യമൃഗം പുറത്തേക്ക് വന്ന് നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് വന്യമൃഗത്തിനാണ്. അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇല്ല. പക്ഷെ നിയമം അങ്ങനെ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെല്ലാം വന്യമൃഗത്തിനെ സംരക്ഷിക്കും. ആരെങ്കിലും സ്വയം സംരക്ഷണത്തിന് വേണ്ടി ഈ വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോകും. അപ്പോൾ അതിനൊരു നിയമ ഭേദഗതി നടത്തണം. നെടുമങ്ങാട് താന്നിമുട് ഉണ്ടപ്പാറയ്ക്ക് സമീപം അപ്പൂപ്പൻകാവിൽ തീപിടുത്തം. 2 ഏക്കർ പ്രദേശത്ത് തീ വ്യാപിച്ചു. നെടുമങ്ങാട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുകയാണ്. A.V. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ? വിവരങ്ങൾ എന്താണ് ജയശങ്കർ? റീജിത്ത, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. തീ പടർന്നു പിടിക്കുകയായിരുന്നു. ആദ്യൊരു ഘട്ടത്തിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. ആ ഘട്ടത്തിൽ ഉപയോഗിച്ച് തീ അണച്ചു. പക്ഷേ പിന്നീടും ഈ തീ വ്യാപിക്കുകയായിരുന്നു. ഈ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഏകദേശം 4 ഏക്കർ പ്രദേശത്തായി തീ വ്യാപിച്ചിട്ടുണ്ട്. ഒരു മലമ്പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റും എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പുകളും മറ്റും ഉപയോഗിച്ചാണ് പ്രദേശത്തെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശുന്ന തീയണയ്ക്കുന്നതിന് പ്രതികൂലമായി നിൽക്കുന്നൊരു ഘടകമാണ്. എന്തായാലും തീയണയ്ക്കൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഈ പ്രദേശത്ത് ആൾതാമസമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ജീവനൊന്നും ബാധിച്ചിട്ടില്ല. കുറച്ച് മാറിയാണ് ജനവാസ മേഖലയെല്ലാം തന്നെ ഉള്ളത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തുടരുകയാണ്. റിജിത്ത്, ജയശങ്കർ, ഇത്രയും വലിയ സ്ഥലത്തായതിനാൽ തീ അണയ്ക്കാൻ സ്വാഭാവികമായും അതിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടാകും. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കൊക്കെ അവിടേക്ക് എത്താൻ കഴിയുന്ന നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ ജയശങ്കർ? റിജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫയർഫോഴ്സിന് എത്താൻ സാധിക്കാത്തൊരു പ്രദേശമാണ്. ഒരു മലമ്പ്രദേശമായിട്ടുള്ള സ്ഥലമാണ്. വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാത്രി സമയമാണ്. ഇതിനൊപ്പം കാലാവസ്ഥയും പ്രതികൂലമാണ്. പ്രദേശത്ത് ശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ തീ വ്യാപിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ തീയണയ്ക്കൽ മന്ദഗതിയിലാണ്. പക്ഷേ ആൾത്താമസമില്ലാത്ത പ്രദേശമായതിനാൽ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ അവരുടെ സ്വത്തിന് നിലവിലൊരു ഭീഷണിയില്ല. പക്ഷേ ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്, നാട്ടുകാരുണ്ട്. കമ്പുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ചൂട് വളരെ കൂടുതലാണ്. ഈ ഒരു ചൂടിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നാണ് ഫയർഫോഴ്സിൻ്റെ ഒരു നിഗമനം. എന്തായാലും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഫയർ എഞ്ചിനുകളും മറ്റും എത്തിക്കാൻ പ്രയാസമുള്ളതിനാൽ തന്നെ തീയണയ്ക്കൽ അല്പം വൈകാനുള്ള സാധ്യതയാണ്. എന്തായാലും പ്രദേശത്ത് ഫയർഫോഴ്സ് തുടരുന്നുണ്ട്, ശ്രമം തുടരുകയാണ്. റിജിത്ത്, ഇതുവരെ ആർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജനവാസ മേഖല അല്ലാത്തതിനാൽ തന്നെ ജീവഹാനി ഉൾപ്പെടെയുള്ള സാധ്യതകളില്ല. എന്തായാലും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. റിജിത്ത്, ശരി. A.V. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നെടുമങ്ങാട് താന്നിമുട് ഉണ്ടപ്പാറയ്ക്ക് സമീപമാണ് അപ്പൂപ്പൻകാവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നെടുമങ്ങാട് ഫയർഫോഴ്സും നാട്ടുകാരുമൊക്കെ ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജയശങ്കർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംഖ്യയാക്കാൻ നോക്കേണ്ടെന്ന് N.K. പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി N.K. പ്രേമചന്ദ്രൻ MP. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തതെന്ന് N.K. പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രേമചന്ദ്രനെ പിന്തുണച്ച് കോൺഗ്രസ് RSP നേതാക്കൾ രംഗത്തെത്തി. പ്രേമചന്ദ്രന്റെ നടപടിയെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് LDF-ന്റെ നീക്കം.
പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് ഇടതുപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വിശദീകരണവുമായി NK പ്രേമചന്ദ്രൻ MP രംഗത്ത് വന്നത്. പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതെന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ പ്രതികരണം. ജ്യോതി ബസുവിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാതെ മോദിയെ സ്വീകരിക്കാൻ പോയത് പിണറായി വിജയനാണെന്നും പ്രേമചന്ദ്രൻ തിരിച്ചടിച്ചു. വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത വിവാദത്തിനാണ് CPM നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ വിവാദ രൂപത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇടതുപക്ഷ നീക്കം രാഷ്ട്രീയമെന്നാരോപിച്ച് കോൺഗ്രസും RSPയും പ്രേമചന്ദ്രന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തു വന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പോയതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണെന്ന് പ്രേമചന്ദ്രനും കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് NK പ്രേമചന്ദ്രനെ വിളിച്ചു. അടിയന്തരമായി ചെല്ലണമെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ. എന്താ തെറ്റ്? പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ? പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ താനും പോകുമെന്നായിരുന്നു K മുരളീധരൻ MPയുടെ പ്രതികരണം. വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും പറഞ്ഞു. NK പ്രേമചന്ദ്രൻ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ നാടകീയമായ വിരുന്നിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു UDF MPക്ക് കഴിഞ്ഞില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പ്രധാനമന്ത്രിയുമായുള്ള സൗഹൃദത്തിന്റെ കാരണം പ്രേമചന്ദ്രൻ വ്യക്തമാക്കണമെന്ന് എളമരം കരീമും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രനെതിരെ ശക്തമായ പ്രചാരണം തുടരാനാണ് കൊല്ലം ലോക്സഭാ സീറ്റ് ലക്ഷ്യമിടുന്ന CPIM-ന്റെ രാഷ്ട്രീയ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ മുത്തമിട്ട് ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയെ 79 റൺസിന് പരാജയപ്പെടുത്തി. 254 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ഇന്ത്യയുടെ ഇന്നിംഗ്സ് 174 റൺസിൽ അവസാനിക്കുകയായിരുന്നു. ഗീസ് പീറ്റർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, പ്രതീക്ഷയ്ക്കൊത്ത് ബാറ്റിംഗ് നിര ഉയർന്നില്ല. ഇന്ത്യക്ക് എവിടെയെല്ലാമാണ് പിഴച്ചത് ഗീസ്? രജിത്ത്, ഈ അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തും ഒപ്പം തന്നെ ബൗളിംഗ് കരുത്തുമാണ്. കാരണം അപരാജിത കുതിപ്പാണ് ടൂർണമെന്റിൽ ഇന്ത്യ നടത്തിയത്. അങ്ങനെ തോൽവി അറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യക്ക് ഫൈനലിൽ താളം തെറ്റുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ട്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര പ്രതീക്ഷിക്കത്തക്കവണ്ണം ഉയർന്നില്ല. അത് തന്നെയാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. കാരണം 254 റൺസ് എന്ന സ്കോർ ഇന്ത്യൻ കൗമാരപ്പടയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു സ്കോറല്ല. കാരണം കുൽക്കർണി അടക്കമുള്ള താരങ്ങൾ സെഞ്ചുറിയിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ഫൈനലിലേക്ക് വന്നപ്പോൾ സമ്മർദ്ദത്തിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ച ഉണ്ടായതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായ ഒരു എതിരാളികളെ എറിഞ്ഞിടുവാനുള്ള കരുത്ത് ഓസീസ് പടയ്ക്കുണ്ട്, അല്ലെങ്കിൽ കങ്കാരു പടയ്ക്കുണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ സ്പിന്നർമാരിലും പേസർമാരിലും ഓസ്ട്രേലിയ പുറത്തെടുത്തു എന്ന് തന്നെയാണ്. കാരണം 3 വിക്കറ്റ് സ്പിന്നർ മാക്ലിൻ വീഴ്ത്തിയപ്പോഴും മറ്റ് 3 വിക്കറ്റ് വീഴ്ത്തിയത് മറ്റൊരു പേസർ താരമാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി തന്നെ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തുന്ന കാര്യത്തിൽ ഓസ്ട്രേലിയ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായി. ഒപ്പം തന്നെ ഒരു സമ്മർദ്ദത്തിൽ കളിച്ച ഇന്ത്യക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന സാഹചര്യമാണ് കണ്ടത്. കാരണം ആദ്യ 90 റൺസ് ചേർക്കുന്നതിനിടയിൽ 4 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ല. 150 റൺസ് കടന്നത് തന്നെ മുരുകന്റെ ബാറ്റിംഗിലൂടെയാണ്. 42 റൺസ് എടുത്ത താരം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിൽ പോലും ഒരു ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചില്ല. ഒപ്പം ആദർശ് സിംഗ് ആണ് ഇന്ത്യൻ നിരയിലെ ടോപ്പ് സ്കോറർ. 47 റൺസാണ് ഓപ്പണറായ ആദർശ് എടുത്തത്. ഒപ്പം ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ വലിയ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാനൊന്നും താരങ്ങൾക്ക് സാധിച്ചില്ല. കാരണം ആദ്യ 3 റൺസ് ചേർക്കുമ്പോൾ തന്നെ കുൽക്കർണി പുറത്താകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളാണ് കുൽക്കർണിയും ഒപ്പം സച്ചിൻ ദാസും ക്യാപ്റ്റൻ ഉദയ് സഹാറിനും ഒക്കെ. പക്ഷേ ഇവർക്ക് ഈ മത്സരത്തിൽ അല്ലെങ്കിൽ കലാശപ്പോരിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മത്സരം എന്തായാലും ഫൈനലിൽ മൊത്തം ഓസ്ട്രേലിയ ജയിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ 4ാമത്തെ കിരീടമാണ്. 6ാം കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ നിരാശപ്പെടുത്തിയിരിക്കുന്നു. ആരാധകർക്കേറെ നിരാശകരമായ വാർത്തയാണ്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ സീനിയേഴ്സ് ലോകകപ്പിലും ഇന്ത്യക്ക് ഫൈനലിൽ കലാശപ്പോരിൽ കൂടെ കലം ഉടയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതും ഓസ്ട്രേലിയയോട് വലിയ രീതിയിൽ തോൽവി ഏറ്റുവാങ്ങുന്നത് കണ്ടതാണ്. ചാമ്പ്യൻസ് ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഓസ്ട്രേലിയയോട് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. ഇതിന് പിന്നാലെ കൗമാര ക്രിക്കറ്റ് ലോകകപ്പിലും ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിയറവ് പറയുന്നു. ശരി, ഇന്ത്യയെ വീഴ്ത്തിയിരിക്കുന്നു. ഓസീസ് അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുന്നു ഓസ്ട്രേലിയ. ഗീസ് പീറ്റർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പോര് തുടരുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് മഹത് പ്രവൃത്തിയെന്ന് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി എന്ന പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി.
കേരള ഗാനവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തെറ്റ് ഏറ്റെടുത്ത് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ രംഗത്തെത്തുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് മഹത് പ്രവൃത്തിയാണ്. തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്നും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഉടനെത്തി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. തന്നെ പാട്ടുകാരനെന്ന് വിശേഷിപ്പിച്ച സച്ചിദാനന്ദനോട് എഴുത്തച്ഛനും പാട്ടുകാരനായിരുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിച്ചു. കേരള ഗാനത്തിനായി തന്നെ സമീപിച്ചുവെന്നും പിന്നീട് ഒഴിവാക്കിയെന്നുമുള്ള ശ്രീകുമാരൻ തമ്പിയുടെ വെളിപ്പെടുത്തലായിരുന്നു വിവാദങ്ങൾക്ക് വഴിവെച്ചത്. 24 കോഴിക്കോട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് BJPയിലേക്കെന്ന് റിപ്പോർട്ട്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തു എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യം ഉന്നയിച്ചിരുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായ കമൽനാഥ് BJP നേതാക്കളുമായി ഇതിനകം ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മകൻ നകുൽനാഥ്, MP വിവേക് തൻക എന്നിവർ BJPയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. കോൺഗ്രസുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്ന കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകന് ചിന്ദ്വാഡ ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ കണ്ട രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുകൂല പ്രതികരണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് BJPയുമായി ചർച്ച നടത്തിയത് എന്നാണ് സൂചന. ചൊവ്വാഴ്ച ഭോപ്പാലിലെ വസതിയിലേക്ക് കമൽനാഥ് MLAമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. നിരവധി MLAമാർ തനിക്കൊപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള കമൽനാഥിന്റെ ശക്തി പ്രകടനമായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 3 മധ്യപ്രദേശിലെത്തുമ്പോൾ കമൽനാഥിനെയും അനുയായികളെയും മറുകണ്ഠം ചാടിക്കാനാണ് BJPയുടെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ മധ്യപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി ചോദിച്ചു വാങ്ങിയതോടെ കമൽനാഥ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. 24 ഡൽഹി. മനസ്സ് തുറന്ന് കെ മുരളീധരൻ. മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയാലും തെറ്റില്ല എന്ന് കെ മുരളീധരൻ MP. ലീഗിന് കെ കരുണാകരന്റെ കാലത്ത് മൂന്നാം സീറ്റ് അനുവദിച്ച ചരിത്രമുണ്ട്. ഉഭയകക്ഷി ചർച്ച നടക്കുന്നതിനിടയിലാണ് പ്രതികരണം. പാർട്ടിയിൽ അവഗണന തുടരുകയാണെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു. 1984 ചരിത്രം ഓർമ്മിപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിന് കെ മുരളീധരൻ പൂർണ്ണ പിന്തുണ നൽകുന്നത്. സിറ്റിംഗ് MP മാരുടെ സീറ്റുകൾ അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് 2 സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻ്റ് ആണ്. അതിൽ കണ്ണൂർ മലബാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്. അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. മൂന്നാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം INTUCയുടെ സീറ്റ് ആവശ്യത്തെ മുരളീധരൻ തള്ളി. INTUCക്ക് അഭിപ്രായം പറയാം, ഒരു തെറ്റുമില്ല. സീറ്റ് ആവശ്യപ്പെടാം, അതിലും തെറ്റില്ല. പക്ഷേ തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന പറയാനുള്ള അവകാശമില്ല. പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ 16 മത്സരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അതിനത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. സമരാഗ്നിയിൽ പേരോ ചിത്രമോ ഇല്ലാത്തതിൽ മുരളീധരൻ അതൃപ്തി പ്രകടമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷന്റെ ചിത്രം എവിടെയും ഇല്ല, ഒരു പേരെവിടെയും ഇല്ല, ഒരു മെൻഷനിങ്ങും ഇല്ല. അത് ഇവിടെ വടകരയിലും ഇല്ല. ഇത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് വിട്ടുപോയി എന്നുള്ള സ്ഥിരം പല്ലവി പല സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് മാത്രമേ വിട്ടുപോകാറുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. വീണ വിജയനെതിരായ അന്വേഷണത്തിൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ മാതൃകയാക്കണം. ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ അഭിമുഖത്തിലാണ് മുരളീധരന്റെ തുറന്നുപറച്ചിൽ. 24 ഡൽഹി. കോഴിക്കോട് കല്ലാച്ചിയിൽ തെരുവ് നായയുടെ ആക്രമണം. അതിഥി തൊഴിലാളിയുടെ 3.5 വയസ്സുള്ള കുട്ടിക്ക് ഉൾപ്പെടെ കടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ടോടെയാണ് കല്ലാച്ചിയിൽ തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. കല്ലാച്ചി കോടതിക്ക് സമീപം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു 3.5 വയസ്സുകാരനായ ആകാശ്. ഇതിനിടെ തെരുവുനായ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആകാശിന്റെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. ബഹളം കേട്ട് ഓടി വരുമ്പോഴത്തേക്കും മുഖത്ത് നല്ലോണം കടിച്ച് നല്ല രീതിയിൽ തന്നെ കടിയേറ്റിന് കുട്ടിക്ക്. അങ്ങനെ ഞങ്ങൾ എടുക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിയെ കഴുകുകയൊക്കെ ചെയ്ത് അതിനുശേഷം വണ്ടിയിൽ നമ്മൾ നാദാപുരത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിഥി തൊഴിലാളിയായ നാസർ ഖാനും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കല്ലാച്ചിയിൽ നേരത്തെയും തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 കോഴിക്കോട്.
ഗോഡ്സെ പ്രകീർത്തനത്തിൽ NIT പ്രൊഫസർ ഷൈജ ആണ്ടവനെ പോലീസ് ചോദ്യം ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിന് മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. മനഃപൂർവ്വം ആരെയും അവഹേളിക്കാനല്ല കമന്റ് ഇട്ടതെന്ന് ഷൈജ ആണ്ടവൻ പോലീസിന് മൊഴി നൽകി. ഷൈജ ആണ്ടവന്റെ ചാത്തമംഗലത്തെ വീട്ടിലെത്തിയാണ് കുന്നമംഗലം പോലീസ് ചോദ്യം ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് താനാണെന്നും ആരെയും അവഹേളിക്കാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നുമാണ് ഷൈജ പോലീസിനോട് പറഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിനായി മറ്റന്നാൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ ഷൈജ ആണ്ടവന് നോട്ടീസ് നൽകി. മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കാനാണിത്. അന്വേഷണ സ്റ്റേജല്ലേ, അത് ഞാൻ മൊഴി രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഞാൻ 13-ാം തീയതി ഹാജരാവുന്നുണ്ട്. അപ്പം കൂടുതൽ ചോദിച്ചിട്ട് പറയാം. അതേസമയം NIT പ്രഖ്യാപിച്ച അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രൊഫസർക്കെതിരെ നടപടി സ്വീകരിക്കുക. 24 കോഴിക്കോട്. കർഷകരുടെ ഡൽഹി ചെലവ് സമരം നേരിടാൻ കടുത്ത നടപടികളുമായി ഹരിയാന സർക്കാർ. അതിർത്തികൾ അടച്ച് ബാരിക്കേഡുകൾ നിരത്തി. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനമടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കിസാൻ മസ്ദൂർ മോർച്ച ജനറൽ സെക്രട്ടറി ശിവകുമാർ കട്ടാരിയ അറസ്റ്റിലായി. അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ നാളെ കർഷക നേതാക്കളുമായി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട, നിത്യാനന്ദ് റായ് എന്നിവർ നാളെ വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിൽ സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുമായി ചർച്ച നടത്തും. MSP നിയമം കൊണ്ടുവരിക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങി 9 ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ. ഈ മാസം 13 പ്രഖ്യാപിച്ച ഡൽഹി വളയൽ പ്രക്ഷോഭത്തിനായി ട്രോളികളും ട്രാക്ടറുകളും തയ്യാറാക്കി പൂർണ്ണ സജ്ജരാണ് കർഷകർ. പ്രതിഷേധം തടയാൻ BJPയുടെ നേതൃത്വത്തിൽ ഹരിയാന സർക്കാർ വൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 7 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് SMS സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. പഞ്ച്കുളയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സിംഗു, ടിക്രി, ശംഭു അതിർത്തികളിൽ ബാരിക്കേഡുകളും മുള്ളുകമ്പികളും റോഡിൽ ഇരുമ്പാണികളും നിരത്തി. സമരത്തിൽ പങ്കെടുത്താൽ കർശന നടപടിയുണ്ടാകുമെന്ന് ഗ്രാമങ്ങളിലൂടെ പോലീസ് അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. കർഷകരുടെ ആവശ്യം ന്യായമാണെന്നും കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. 3 काले कानून के खिलाफ लड़े, लेकिन उन्होंने कानून को सस्पेंड किया, लेकिन कानून अभी नोटिफिकेशन में वापस लेने का आया नहीं. ഹരിയാന സർക്കാരിന്റേത് അധാർമിക നടപടിയാണെന്നും മോദി സർക്കാർ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്ന് പ്രക്ഷോഭയാത്ര ആരംഭിച്ച കിസാൻ മസ്ദൂർ മോർച്ച ജനറൽ സെക്രട്ടറി ശിവകുമാർ കട്ടാരിയയെയും 30 പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി. രാജ്യത്തെ ആദിവാസി വിഭാഗത്തിനിടയിൽ കോൺഗ്രസ് വെറുപ്പ് വിതയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദിവാസി വിഭാഗം കോൺഗ്രസിന് വോട്ട് ബാങ്ക് മാത്രമാണെന്നും മോദി ആരോപിച്ചു. മധ്യപ്രദേശ് ജാബുവയിലെ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് ജാബുവിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായല്ല, മറിച്ച് ജനസേവനത്തിന്റെ ഭാഗമായാണ് തന്റെ സന്ദർശനമെന്നും പ്രധാനമന്ത്രി. मोदी तो सेवक के तौर पर ईश्वर रूपी MP की जनता जनार्दन का आभार मानने आया है. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ. ആദിവാസി വിഭാഗത്തെ വികസനത്തിന്റെ പാതയിൽ കോൺഗ്രസ് നയിച്ചിട്ടില്ല. ആദിവാസി സമൂഹത്തിനായി മന്ത്രാലയവും ബജറ്റും അനുവദിച്ചത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണെന്നും കോൺഗ്രസിനെതിരെ മോദി ആഞ്ഞടിച്ചു. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഇരു സഭകളിലും ഇന്ത്യ മുന്നണിയല്ല, പകരം കോൺഗ്രസിനെതിരെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPIM സ്ഥാനാർത്ഥി ചർച്ച അടുത്തയാഴ്ച ആരംഭിക്കും. 16 നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് ധാരണ. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഖ്യാപനമുണ്ടായി. ഡൽഹി സമരവും നവകേരള സദസ്സും LDFന് മേൽക്കൈ നൽകിയെന്നും വിലയിരുത്തൽ. അതേസമയം മുതിർന്ന നേതാവ് പന്നീർ രവീന്ദ്രനെ CPI സംസ്ഥാന കൗൺസിലിൽ വീണ്ടും ഉൾപ്പെടുത്തി. ക്ഷണിതാവായാണ് ഉൾപ്പെടുത്തിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ശേഷമുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തത്. അടുത്തയാഴ്ച CPMന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് നിലവിലെടുത്തിരിക്കുന്ന ധാരണ. അടുത്ത സെക്രട്ടേറിയറ്റ് 16-ാം തീയതി ചേരും. അതിനു മുൻപ് CPM സ്ഥാനാർത്ഥികൾ, അതായത് 15 സീറ്റിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച കൃത്യമായ ഒരു തീരുമാനം അത് CPMൽ നിന്നുണ്ടാകും. തിരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഖ്യാപനമുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം അതോടെ ശമിക്കുമെന്ന പ്രതീക്ഷയിലാണ്
CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയെന്ന് സംസ്ഥാന സമിതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി സമരവും നവകേരള സദസ്സും LDF-ന് മേൽക്കൈ നൽകി. അത് ജനങ്ങളെ ഒപ്പം നിർത്താൻ സഹായിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. നാളെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയും ചെയ്യും. അതേസമയം CPI സംസ്ഥാന കൗൺസിലും ഇന്ന് തിരുവനന്തപുരത്ത് പുരോഗമിച്ചിരുന്നു. CPI സംസ്ഥാന കൗൺസിലിൽ പന്ന്യൻ രവീന്ദ്രനെ വീണ്ടും കൗൺസിലിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷണിതാവായിട്ടാണ് ഉൾപ്പെടുത്തുക. 75 വയസ്സ് പ്രായപരിധിയിൽ നേതൃസമിതിയിൽ നിന്ന് ഒഴിവാക്കിയതായിരുന്നു. മഹിളാ ഫെഡറേഷൻ സെക്രട്ടറി ES ബിജിമോളെയും കൗൺസിലിലെ ക്ഷണിതാവാക്കി. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ബിജിമോളെയും കൗൺസിലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് CPI സംസ്ഥാന കൗൺസിലിലും ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. രജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാന ബജറ്റിനെതിരെ CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉയർന്നുവെന്ന് പരോക്ഷമായി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബജറ്റിൽ ഭക്ഷ്യ പൊതുവിതരണ മേഖലയിലും പെൻഷനിലും കുറച്ചുകൂടി ചെയ്യാനുണ്ടെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ തുക അനുവദിക്കാത്തത് CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇക്കാര്യം പരോക്ഷമായി സമ്മതിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചില വിഷയങ്ങളിൽ സർക്കാരിന് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയേണ്ടതുണ്ടെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് ഭക്ഷ്യ പൊതുവിതരണ മേഖല, അതുപോലെ തന്നെ പെൻഷനുകൾ, ഈ രംഗത്തെല്ലാം ആഗ്രഹമുണ്ട് ഗവൺമെൻറ്റിന്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നിരക്കുമെല്ലാം ഉള്ളപ്പോഴും പ്രധാനപ്പെട്ട രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ജനോപകാരപ്രദ മേഖലകൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുമെന്നാണ്. വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നയം ചർച്ച ചെയ്യാൻ മുന്നണിക്കുള്ളിൽ സംവിധാനമുണ്ടെന്ന ബിനോയ് വിശ്വം. വിദേശ സർവകലാശാലകളല്ല ഇപ്പോഴത്തെ അടിയന്തര പ്രശ്നം. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി നൽകേണ്ടി വരും. ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം ഏതാണ്? ഈ വലിയ സമരത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി RSSും BJPയും ആണോ? അത് രണ്ടല്ല ഒന്നാണ്. അതുകൊണ്ട് RSS BJP ആണോ കോൺഗ്രസിൻ്റെ നമ്പർ 1 എനിമി, അതോ ഇടതുപക്ഷമാണോ? CPIക്ക് 20 മണ്ഡലവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രിയുടെ നാടകീയമായ വിരുന്നിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു UDF MPക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ വാമനപുരം നദിയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് മുങ്ങി മരിച്ചു. ഒരാളെ കാണാതായി. വേളാർകുടി സ്വദേശി ഷമീറാണ് മരിച്ചത്. കാണാതായ സതീഷ് എന്ന യുവാവിനായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എങ്ങനെയാണ് അപകടം? ഒരാൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് ജയശങ്കർ? രജിത്ത്, ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു യുവാക്കൾ മീൻ പിടിക്കുന്നതിനായി വാമനപുരം നദിയിലേക്ക് പോയത്. അതിനുശേഷമാണ് ഷമീർ എന്ന ഇവർ രണ്ടുപേരും വള്ളം മറിഞ്ഞ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പിന്നീട് ഷമീറിന്റെ മൃതദേഹം ആറ്റിങ്ങൽ ഫയർഫോഴ്സ് കണ്ടെടുത്തു. പക്ഷേ സതീഷിന്റെ മൃതദേഹം ഇതുവരെ ലഭ്യമായിട്ടില്ല. അയാൾ മരിച്ചോ അതോ ഇയാൾ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഫയർഫോഴ്സ് പരിശോധനകൾ തുടരുകയാണ്. ഈ സതീഷിന്റെ വാച്ചും വസ്ത്രങ്ങളും ഇവർ മീൻപിടിക്കാനായി ഇറങ്ങിയ കരയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇവർ കാൽ വഴുതി വീണതാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും ഈ സതീഷിന്റെ വേണ്ടിയുള്ള തിരച്ചിൽ ഫയർഫോഴ്സ് തുടരുകയാണ്. എന്തായാലും ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. 129ാമത് മാരമൺ കൺവെൻഷന് കോഴഞ്ചേരി പമ്പാ നദിക്കരയിൽ തുടക്കമായി. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ മാർത്തോമ സഭാധ്യക്ഷൻ പരോക്ഷ വിമർശനവും ഉന്നയിച്ചു. ജനങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ വേണ്ടിയുള്ളവരായിരിക്കണം ഭരണാധികാരികളെന്ന് മെത്രോപൊലീത്ത പറഞ്ഞു. എല്ലാ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കൺമുൻപിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇനി എത്ര പണം കൊടുത്തിട്ടും കാര്യമില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. മാർത്തോമ സഭ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത തുറന്നടിച്ചു. ഒരു പൗരന്റെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിലും ഓരോ വ്യക്തിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിലും നമ്മളുടെ ഭരണഘടന നൽകുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളും ഇല്ലാതെയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രതിനിധികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്ത് ജനാധിപത്യത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയുണ്ട് എന്ന് പറഞ്ഞ മെത്രോപൊലിത്ത രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുവെന്നും മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ തെരഞ്ഞെടുപ്പിൽ മുറുകെ പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു. MLA-മാരും MP-മാരും എല്ലാം ഇവിടെയുണ്ട്. ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങളുടെ വേദനകളെ ഒപ്പിയെടുക്കുവാൻ കൊണ്ട് സാധ്യമാകുന്നതായുള്ള സരണികളെ കണ്ടെത്തുവാൻ
തൊട്ടു മുമ്പിൽ പാർലമെൻറ്റ് ഇലക്ഷൻ നിൽക്കുന്നതായുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 129ാമത് മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വിശിഷ്ടാതിഥികളായി എത്തി. 24 പത്തനംതിട്ട. കോട്ടയം തീക്കോയിലുണ്ടായ വാഹനാപകടത്തിൽ വീടിനുള്ളിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വീട്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ കാർ ഡ്രൈവറും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തീക്കോഴി അടുക്കം റൂട്ടിൽ മേസ്തിരിപ്പടിക്ക് സമീപം ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. മുള്ളൻമടക്കിൽ അഷ്റഫിന്റെ മകൻ അൽസാബിത്താണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അടുക്കം വെള്ളാനി സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ പിൻവശത്തെ മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അൽസാബിത്ത് ശബ്ദം കേട്ട് ഓടി മാറുകയായിരുന്നു. അവിടെ ഞാൻ നോക്കുമ്പോ കല്ലൊക്കെ വീണ് ഇവിടെ വീണു. ഞാൻ അങ്ങോട്ട് മാറിന്നപ്പോ ഉമ്മ വിളിച്ചായിരുന്നു, ഇറങ്ങി വന്നു പറഞ്ഞ. അപ്പൊ ഇറങ്ങി വന്ന് ഞാൻ നോക്കുമ്പോ പിന്നെ ഉമ്മ പറഞ്ഞ വെളിയില് വണ്ടി കിടക്കുവാണ്. ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം വിട്ട കാറ് റോഡരികിലെ തിട്ടയ്ക്ക് താഴെയുള്ള വീട്ടിലേക്ക് മറിയുകയായിരുന്നു. സംരക്ഷണ ഭിത്തിയും വാട്ടർ ടാങ്കും തകർത്ത കാർ വീടിന് പുറകിലേക്കാണ് പതിച്ചത്. ഷീറ്റ് പൊട്ടുകയും കയ്യാല ഇടുകയും പിന്നെ വണ്ടിയുടെ അകത്തിരുന്ന ഒരു ടേബിളിന്റെ ഗ്ലാസ് പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യമായിട്ട് വലിയ അപകടമൊന്നും പരിക്കായിട്ടൊന്നുമില്ല. ചെറിയ ഒരു പരിക്കുകൾ ഇതിന്റെ ഓണർക്ക് സംഭവിച്ചിട്ടുള്ളൂ. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെയും പ്രദേശത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 കോട്ടയം. വാർത്താമഴയിലേക്ക് വീണ്ടും ആന്റോ ആന്റണി പത്തനംതിട്ട സീറ്റിൽ നിന്ന് മാറുന്നു എന്ന പ്രചാരണം തള്ളുകയാണ് DCC. ആന്റോ പത്തനംതിട്ടയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ തന്ത്രമാണെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ആന്റോ തന്നെ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായതോടെ പത്തനംതിട്ടയിൽ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ശ്രീ ആന്റോ ആന്റണിക്ക് സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ ഈ പ്രാവശ്യമുള്ളത്. ഈ നിയോജക മണ്ഡലത്തിൽ അങ്ങനെയുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആന്റോ ആന്റണി മണ്ഡലം മാറാൻ ഒരുങ്ങുന്നു എന്ന പ്രചാരണം ശക്തമായിരിക്കെയാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. ഇടതുപക്ഷമാണ് ഈ പ്രചാരണത്തിന് പിന്നിൽ. അവർക്ക് തോൽവി ഭയന്നുള്ള വെപ്രാളമാണെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ. അത് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കിയിരിക്കുന്ന ഒരു വാർത്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രചാരണം പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ആന്റോ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും CPIM-ൽ ചേർന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും DCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. ആന്റോയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന് DCC അധ്യക്ഷൻ തുറന്നു പറഞ്ഞതോടെ പത്തനംതിട്ടയിലെ മത്സരചിത്രം ഏതാണ്ട് തെളിയുകയാണ്. ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പേരിലേക്ക് CPM ഏതാണ്ട് എത്തിയെന്നാണ് വിവരം. പക്ഷേ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ രാജു എബ്രഹാമിനായും രംഗത്തുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമം. BJP ആകട്ടെ പുതുതായി പാർട്ടിയിലേക്ക് വന്ന PC ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.